പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടൻ കോഴി കൊണ്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ കുക്കറിൽ ചിക്കൻ ഇട്ടിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കറിക്ക് വേണ്ടുന്ന സബോള വഴറ്റിയെടുക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 മീഡിയം സൈസിലെ സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സബോളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചാറിന് വേണ്ടിയിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി മസാലയൊക്കെ ഇതിൽ പിടിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ചാറൊക്കെ നന്നായിട്ട് കുറുകി മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നാടൻ കോഴി കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.